ഒരു കംപ്രസർ മോട്ടറിൻ്റെ സർവീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് വരുന്ന ബ്ലൈഡ്. ഇതിൻ്റെ വാൽവാണിത്, ബ്ലൈഡ് എന്നാണ് പറയുന്നത്. ഇതിൽ എയറിൻ്റെ പ്രഷർ കുറയുന്നതിനുള്ള കാരണങ്ങളായിട്ട് വരുന്നത് ഇതിൻ്റെ സിലിണ്ടർ തേയ്മാനം വരാം, അതുപോലെ എൻ്റെ പിസ്റ്റൻ്റെ റിങ് തേയ്മാനം വരാം. അപ്പോൾ ഇതിൽ സിലിണ്ടർ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ വണ്ടിയുടെ എഞ്ചിൻ്റെ കിറ്റൊക്കെ ബോർ ചെയ്യുന്നത് പോലെ ബോർ ചെയ്ത് അടുത്ത സൈസ് പിസ്റ്റൺ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിറ്റ് ചില മോഡലുകൾക്കൊക്കെ വാങ്ങാൻ കിട്ടും, റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്ന കിറ്റ് വാങ്ങി മാറ്റിയിടാം. അപ്പോൾ അതുപോലെ ഇതിൻ്റെ റിങ് തേയ്മാനം, പിസ്റ്റണിൽ വരുന്ന റിങ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ റിങ് മാറ്റിയാൽ മാത്രം മതിയാവും. റിങ് എല്ലാ സൈസിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്, അത് മാറ്റിയാൽ മതിയാവും. പിന്നെ ഇതിനുള്ളിൽ വരുന്ന ബെയറിംഗ് ഒക്കെ പോകാറുണ്ട്, അപ്പോൾ അതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല. അതെപ്പോഴെങ്കിലും അതിൻ്റെ വർക്ക് വരുന്ന സമയത്ത് അത് കാണിക്കാം. അപ്പോൾ ഇതിൽ ബ്ലൈഡ് കനം കൂടിയതും കുറഞ്ഞതും വരുന്നുണ്ട്. ഓരോ കമ്പനികളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് ബ്ലേഡുണ്ട്. അപ്പോൾ അതിൽ ചില കമ്പനിയുടെ കംപ്രസറിൽ കനം കുറഞ്ഞത് വരും, ചിലതിൽ കനം കൂടിയത് വരും. ഇത് കനം കൂടിയതാണ്. അപ്പോൾ ഇതിൽ സെക്ഷൻ സൈഡും ഡെലിവറി സൈഡും വരുന്ന വാൽവുകളാണ് രണ്ട്, ഇൻലെറ്റും ഔട്ട്ലെറ്റും. ഇവിടെ വരുന്ന ബ്ലേഡ് സെക്ഷൻ സൈഡ് വരുന്ന ബ്ലേഡാണ്. ഈ അടിയിൽ വരുന്നത് ആദ്യം ഇടുന്നത് സെക്ഷൻ സൈഡ് ബ്ലേഡാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്ലേഡും കൂടെ വരും, അത് ഡെലിവറി സൈഡിലെ. അപ്പോൾ ഇത് ഇൻലെറ്റ് വാൽവ്, ഇനി വരുന്നത് ഔട്ട്ലെറ്റ് വാൽവാണ്. അപ്പോൾ ഇതിൽ ബ്ലേഡ് രണ്ട് സൈഡ് ഇതുപോലെ ബെൻഡുണ്ട്, നോക്കിയാൽ കാണാം. അപ്പോൾ ഈ ബെൻഡ് താഴെ വരുന്ന രീതിയിലാണ് ആദ്യത്തെ ബ്ലേഡ് ഇടേണ്ടത്. അപ്പോൾ സൈഡ് മാറിപ്പോകരുത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ രണ്ട് പാക്കിംഗ് വരും, ഇതിലിടേണ്ട പാക്കിംഗ്. അപ്പോൾ രണ്ട് പാക്കിങ്ങും വ്യത്യസ്തമായ രീതിയിലാണ് വരുന്നത്. ഒരെണ്ണം ഇവിടെ ഇതുപോലെ വരും. ഇത് ഈ സെൻറ്ററിൽ ഇതുപോലെ സെപ്പറേഷൻ വരുന്നത് ടോപ്പിൽ വരുന്നതാണ്. അക്ഷരമാണ് ആദ്യം ഇടേണ്ടത്. അത് ഇടാം. ഇതിൽ പഴയ പാക്കിംഗ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സർഫസിൽ സ്ക്രാച്ച് വരാതെയും ശ്രദ്ധിക്കണം. സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അതുവഴി എയർ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് വരുന്ന പ്ലേറ്റ് ഇതാണ്. ഇതിൻ്റെ പുറത്ത് വരുന്ന പ്ലേറ്റ് ഇതാണ്. അപ്പോൾ അതിൽ ഈ ഭാഗം ടോപ്പിൽ വരും. ഇതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഇത് സൈഡ് തിരിഞ്ഞു പോയെന്ന് വെച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. രണ്ട് സൈഡ് ഒരുപോലെ തന്നെയാണ്, സെയിമായിട്ട് തന്നെ വരുന്നത്. പക്ഷേ നേരത്തെ കിടന്നാൽ അതുപോലെ ഇടുന്നതാണ് നല്ലത്. ഈ ഭാഗം താഴെ വരുന്ന രീതിയിലാണ് നേരത്തെ വന്നിരുന്നത്. ഹോള് ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു, ഇളക്കിയപ്പോഴും ആ ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തട്ടി ഇറക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ വെറുതെ എടുത്ത് വെച്ചാൽ മതിയാവും. ഇനി അടുത്ത പാക്കിംഗ് ഇടാം. ഇതേ രീതിയിലാണ് പാക്കിംഗ് ഇടേണ്ടത്. ഇതിൽ ബ്ലൈഡ് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു, അഴുക്ക് കയറി നിറഞ്ഞിരുന്നതായിരുന്നു പ്രശ്നം. ഇതിൽ ഈ ബ്ലൈഡ് തേയ്മാനം വരും, അതുപോലെ ഈ ബ്ലൈഡ് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയാലും ബ്ലൈഡ് പൊട്ടിപ്പോയിരുന്നാൽ ഏതെങ്കിലും ഒരു ബ്ലൈഡ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം എടുക്കാതിരിക്കാം, ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയും. ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ബ്ലൈഡ് പോയിട്ടുണ്ടെങ്കിൽ ബ്ലൈഡ് മാറ്റണം. അടിയിൽ വെച്ച ബ്ലൈഡ് തിരിച്ചാണ് വെച്ചത്. ഈ ബെൻഡ് താഴേക്ക് വരുന്ന രീതിയിലാണ് വെച്ചത്. ഈ ബ്ലൈഡിനെ ഇങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ഇനി മുകളിൽ വയ്ക്കുന്ന ബ്ലൈഡ് തിരിച്ചാണ് വയ്ക്കേണ്ടത്. ഈ ബെൻഡ് മുകളിൽ വരണം. മുകളിൽ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ബ്ലൈഡ് വയ്ക്കേണ്ടത്. അത് കറക്റ്റ് ചെയ്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ കവർ അടയ്ക്കുമ്പോൾ ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. ജാമായി പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യില്ല. കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതാണ് ഇതിൻ്റെ പുറത്ത് വരുന്ന കവർ. അതിൽ ഈ ഭാഗം ഇപ്പുറ സൈഡ് ബ്ലൈഡ് ഈ ഭാഗത്ത് വരുന്ന രീതിയിലാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതുവഴിയാണ് എയർ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഇതാണ്. ഇതുവഴിയാണ് എയർ കിണറ്റിലേക്ക് പോകുന്നത്. ഇതിൻ്റെ എയർ ഫിൽറ്റർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അത് മാറ്റണം. എയർ കുറേ കാലം കഴിയുമ്പോൾ പൊടി കയറി നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് എയർ ഉള്ളിലേക്ക് കിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എയർ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് കുറേ കാലം, ഒരു കൊല്ലമൊക്കെ ആകുമ്പോൾ മാറ്റി കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.